എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കി കാണിക്കുന്നത് പൂരൻ പോളി എന്ന ഒരു റെസിപ്പിയാണ്. കണ്ടു കഴിഞ്ഞാൽ ഇത് ചപ്പാത്തി പോലെയൊക്കെ തോന്നുമെങ്കിലും ചപ്പാത്തിയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് സാധാരണ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ 1 കപ്പ് ആട്ടപ്പൊടിയാണ്. അതിൻ്റെ പകുതി മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്ന കളറിന് വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ചേർക്കേണ്ടത് നെയ്യ് അല്ലെങ്കിൽ എണ്ണ. ഇതൊന്ന് കുഴച്ചെടുക്കുമ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ 1 സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ചപ്പാത്തിക്കൊക്കെ മാവ് നമ്മൾ കുഴയ്ക്കുന്ന പോലെ തന്നെ വെള്ളത്തിൽ ഇത് കുഴച്ചെടുക്കണം. ഇത് നന്നായിട്ട് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് ഇത് നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. ഞാൻ സാധാ വെള്ളത്തിലാണ് ഇത് കുഴച്ചിരിക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. അപ്പോൾ ഇത് കുഴച്ച് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. എന്നാലും നമുക്ക് നന്നായിട്ട് കനം കുറഞ്ഞ് പരത്തിയെടുക്കുമ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അല്പം എണ്ണ നെയ്യ് കൂടി ചേർത്ത് തടവി കൊടുത്തതിന് ശേഷം കുഴച്ചെടുക്കുകയാണെങ്കിൽ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കുകയല്ല. നമ്മൾ മൈദയും കൂടെ ചേർത്താണല്ലോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ അല്പം എണ്ണ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനും പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാൻ വേണ്ടി. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഇതുകൊണ്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ടുണ്ട് ഇപ്പം. ഇനി നമുക്ക് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഒരു നനഞ്ഞ തുണിയിട്ടതൊന്ന് കുറച്ച് നേരത്തിന് കവർ ചെയ്ത് വെക്കണം. അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിനകത്ത് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കടലപ്പരിപ്പാണ്. അത് ഞാനൊരു 2 മണിക്കൂർ സമയം കുതിർത്തതിന് ശേഷം എടുക്കുന്നതാണ്. കുതിർത്ത് വെച്ചാണ്. അത് കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം കുക്കറിലിട്ട് വേവിക്കണം. ഈ എടുത്തിരിക്കുന്ന പരിപ്പ് കടലയുടെ പരിപ്പാണ് കേട്ടോ, മാറിപ്പോകരുത്. പരിപ്പ് തന്നെ പലതരം ഉണ്ടല്ലോ. അപ്പോൾ കടലപ്പരിപ്പാണേ. അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 3-4 വിസിൽ വരുന്നത് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. കടലയുടെ പരിപ്പാണ്. അപ്പോൾ ഒരുപാട് വിസിൽ അടുപ്പിക്കില്ല, അത് വെന്ത് ചാറായിപ്പോവും. അപ്പോൾ നമുക്കൊരു 3 വിസിൽ മതിയാവും. 3 വിസിലാകുമ്പോഴത്തേനും അത് പാകത്തിന് വെന്ത് വരും. ഇപ്പോൾ ഇത് 3 വിസിലൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് പരിപ്പല്ലേ, അതുകൊണ്ട് ഒത്തിരി എന്നിട്ട് വിസിലടുപ്പിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് അരിച്ചതുകൊണ്ട് ഒട്ടും തരികളൊന്നും ഇല്ലാതെ ഇതുപോലെ അരിപ്പയിൽ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ തന്നെ ആവശ്യമായ ഒരു 3/4 കപ്പ് ശർക്കരയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ശർക്കരയൊക്കെ ചൂടാകുമ്പോഴത്തേന് ഇത് ഉരുകി ഇതിനകത്തേക്ക് ഇതുപോലെ ചേരും. അപ്പോൾ അത് കുഴഞ്ഞിരിക്കില്ല, നല്ല ഡ്രൈ ആയിട്ട് വരണം. ഡ്രൈ ആകാൻ തുടങ്ങുമ്പോഴത്തേനും അല്പം നെയ്യൂടെ ചേർത്ത് കൊടുക്കുക. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വെള്ളമെല്ലാം ഉണങ്ങി ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടാൻ പറ്റണം. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരത്തെ കുഴച്ച് വെച്ച ചപ്പാത്തിയുടെ മാവിനകത്തേക്ക് ഇത് ഓരോ ഉരുളകൾ വെച്ച് കൊടുക്കണം. നമ്മൾ കൊഴുക്കട്ടയ്ക്കൊക്കെ ഉള്ളിൽ തേങ്ങ ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ബോളിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ നമുക്കൊന്ന് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ അല്പം മാവ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. കനം കുറച്ച് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. എന്തായാലും കനം കുറയ്ക്കാവോ അത്രയും നല്ലതായിരിക്കും. ഇപ്പം ഞാൻ ഈ ഒരു കനത്തിൽ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം എണ്ണ തടവിയിട്ട് അതിനകത്തേക്ക് ഈ ചൂടായ തവയിലേക്ക് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. എണ്ണയോ നെയ്യോ ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് നമുക്ക് തടവി കൊടുക്കാവുന്നതാണ്. അപ്പോൾ തികച്ചും ഒരു വ്യത്യസ്തമായ റെസിപ്പിയാണ്. നമുക്ക് കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ. ഇതുവരെ നമ്മൾ മലയാളികൾ അധികമൊന്നും ഇതുപോലത്തെ റെസിപ്പികളൊന്നും പരീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇച്ചിരി മെനക്കേടുണ്ടെങ്കിലും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഹെൽത്തിയാണ്, പ്രോട്ടീൻ റിച്ചാണ്. കാരണം കടലയുടെ പരിപ്പൊക്കെ ഇതിനകത്ത് ചേരുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും ഒക്കെ വളരെ നല്ലതാണ്.
ഇത് എന്തെങ്കിലും കറിയുടെ കൂടെയോ അല്ലെങ്കിൽ പാലിനകത്ത് മുക്കിയൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത്. അപ്പം 2 സൈഡിൽ നമ്മൾ എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു പരുവത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുക. ഇതേപോലെ പൊന്തി വരുന്ന സമയം നോക്കി, എവിടെയെങ്കിലും പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പൊന്തി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളൊന്ന് അവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വരും. ആ ഒരു സമയത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതുപോലെ ഈ രീതിയിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഗസ്റ്റ് വരുമ്പോഴോ എന്തെങ്കിലും സ്പെഷ്യൽ അവസ്ഥയിലൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ മധുരമുണ്ട്, അതുപോലെ തന്നെ പരിപ്പൊക്കെ ചേർന്ന് കടലപ്പരിപ്പൊക്കെ ചേരുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ട്. ഇതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഒന്ന് എത്തിക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ല നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.